കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളെ ആഗോള ഭീമന്മാർ കൈയടക്കുന്നുവെന്നും സേവനമല്ല ലാഭം മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുകയാണ് പോംവഴിയെന്നും അതിനാണ് സർക്കാർ ആരോഗ്യ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 283 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വലിയ സ്വകാര്യ ആശുപത്രികൾ ഒന്നൊന്നായി ആഗോള ഭീമന്മാർ കൈയടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സേവനമല്ല കൊള്ളലാഭമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുകയാണ് പോംവഴിയെന്നും അതിനാണ് സർക്കാർ ആരോഗ്യ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ചില സ്വകാര്യ ആശുപത്രികൾ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവയാണ്. അവയെ ചില ആഗോള ഭീമന്മാർ വന്ന് കൈയടക്കുകയാണ്. ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ, പൊതുജനാരോഗ്യ രംഗത്ത്, സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കുക എന്ന നിലക്കാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. അതിനാണ് കിഫ്ബി മുഖേന ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ ആരോഗ്യമേഖലയിൽ മുതൽ മുടക്കിയത്. കിഫ്ബിയെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് ആരോഗ്യമേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ. എല്ലാ വിഭാഗം ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുക, ചികിത്സിക്കാൻ പറ്റാതെ ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടാകരുത്, അതിനാണ് നാം ഒരുക്കങ്ങൾ നടത്തിയത്. ഈ 5 വർഷക്കാലം 50,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന നടപ്പാക്കും. ഇതായിരുന്നു കിഫ്ബി വരുമ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം. മറ്റു കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. എന്തിനും നമ്മുടെ നാട്ടിൽ എതിർപ്പുണ്ടാവുമല്ലോ. കടുത്ത എതിർപ്പ്, പരിഹാസം, പുച്ഛം. എവിടുന്ന് കിഫ്ബിക്ക് പണം കിട്ടാനാണ്? ഇതൊക്കെ മലർപ്പടിക്കാരൻ്റെ സ്വപ്നമല്ലേ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ? അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. കിഫ്ബി പദ്ധതിയിലൂടെ 257 കോടി രൂപ ചെലവിട്ടാണ് ആധുനിക സർജിക്കൽ ബ്ലോക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ചത്. 526 കിടക്കകൾ, 14 ICU കിടക്കകൾ, 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ പുതിയ ബ്ലോക്കിലുണ്ട്. സർജിക്കൽ ബ്ലോക്കിനൊപ്പം മറ്റ് 14 വികസന പദ്ധതികൾ കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 7.88 കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച കാത്ത് ലാബ്, 6 കോടി രൂപ ചെലവിടുന്ന പാരാമെഡിക്കൽ ഹോസ്റ്റലിൻ്റെ പൂർത്തിയാക്കിയ 1ാം ഘട്ടം, 4.28 കോടി രൂപ ചെലവിട്ട് ക്യാൻസർ ബ്ലോക്കിൽ സ്ഥാപിച്ച 32 സ്ലൈസ് CT സ്കാനിംഗ് സംവിധാനം, നവീകരിച്ച പ്രധാന കവാടം, ഗൈനക്കോളജി വിഭാഗത്തിലൊരുക്കിയ നവജാത ശിശുപരിചരണ യൂണിറ്റ് എന്നിവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. ചടങ്ങിൽ മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ, MP മാരായ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോട്ടയം.